ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇന്ത്യ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇത്. 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ചാനലിൽ പോയി പ്ലേലിസ്റ്റിൽ നോക്കിയാൽ, SCRT എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ മഹാത്മാഗാന്ധിജി ഇന്ത്യയിലേക്ക് രംഗപ്രവേശനം ചെയ്തതും പിന്നീട് കേരളത്തിൽ അദ്ദേഹം സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. അപ്പോൾ ഗാന്ധിജിയെ വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടുമുട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഴുത്താണ് ഇവിടെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കത് പെട്ടെന്നൊന്ന് വായിക്കാം. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കി തിരക്കി ജനക്കൂട്ടത്തിൻ്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം ഖണ്ഡങ്ങളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു, കടലിരമ്പുന്നത് മാതിരി. മഹാത്മാഗാന്ധി കി ജയ്. അർദ്ധനഗ്നനായ ഫക്കീർ പല്ലുപോയ മോണ കാട്ടിച്ചിരിച്ചു. തൊഴുകൈയോടെ കരക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിരക്കിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണ് പോകുമെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്നു ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഭാഗമാണിത്. അപ്പോൾ ഒരു പേര് ഓർക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന ഭാഗത്താണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം അദ്ദേഹം വിവരിക്കുന്നത്. സത്യാഗ്രഹ സമരത്തിന് ആവേശം പകരാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പം ഇങ്ങനെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജം പകർന്ന മഹാത്മാഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്ര ദേശീയതയുടെയും കാലഘട്ടം നാം ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചു. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയുള്ള ഈ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു. 1919 മുതൽ 1947 വരെ ഗാന്ധിജിയുടെ ആഗമനം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തി. അപ്പോൾ ഗാന്ധിജി രൂപപ്പെടുത്തിയ പുതിയൊരു സമരരീതിയാണ് സത്യാഗ്രഹം. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ജനപങ്കാളിത്തം വർദ്ധിക്കാൻ കാരണമായത് ഗാന്ധിജിയുടെ വരവാണ്. ഇനി സത്യാഗ്രഹം ഗാന്ധിജി പരിചയപ്പെടുത്തിയ സമര രീതിയാണെന്ന് നമ്മൾ പറയും. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം.
അപ്പോൾ സത്യഗ്രഹം, നമ്മൾ സത്യാഗ്രഹം എന്നാണ് പറയുക, സത്യഗ്രഹം എന്നാണ്. സത്യഗ്രഹം, സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യഗ്രഹി വിശ്വസിക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം നടന്നത്. അതിൻ്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വെള്ളക്കാർ നിർബന്ധിതരായി. അപ്പോൾ സമരത്തിൻ്റെ ഫലം വിജയമായിരുന്നു. ഇനി തൊട്ടടുത്ത വർഷം 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് അതായത് ശമ്പളം വർദ്ധിക്കാൻ വേതന വർധനവിന് വേണ്ടി സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമില്ലിൽ നടന്ന സമരമാണ് 1918. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അത് തൊഴിലാളികളുടെ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതായിരുന്നു. അതേ വർഷം അഥവാ 1918 തന്നെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഖേദാ സത്യാഗ്രഹം നടന്നു. അതിൻ്റെ കാരണം ഖേദയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. കാർഷിക വിളകളില്ലായിരുന്നാൽ പിന്നെ നികുതി അടയ്ക്കാനുള്ള വഴി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നികുതി ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും കർഷകരുടെ ആ ഒരു അഭ്യർത്ഥന ബ്രിട്ടീഷ് ഗവൺമെൻറ് കേൾക്കാൻ തയ്യാറായില്ല. അതിനെതിരെ ഗാന്ധിജി നികുതി നിഷേധ സമരം ആഹ്വാനം ചെയ്തു. അതുകൂടി ഓർത്തിരിക്കുക. ഇനി ഇവിടെ പൗരാവകാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കുറേ ഹെഡിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജനക്കൂട്ടത്തെ യന്ത്രത്തോക്ക് കൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയിക്കുക, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക, സ്വത്തുക്കൾ പിടിച്ചെടുക്കുക, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, ആളുകളെ കൈവിലങ്ങണിയിച്ച് ഒന്നിച്ച് കയറിട്ട് കെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. അപ്പം ഇതെല്ലാം വ്യക്തമായിട്ടുള്ള അവകാശ നിഷേധമാണ്, അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് അവർ ചെയ്തത്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് ആക്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കരിനിയമങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രതിഷേധം വ്യാപകമായിട്ട് സംഭവിച്ചത് റൗലത്ത് നിയമത്തിനെതിരാണ്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. റൗലത്ത് ആക്ട് അല്ലെങ്കിൽ റൗലത്ത് നിയമം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രധാനപ്പെട്ട അധികാരങ്ങൾ: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ആരെയും എവിടെ വെച്ചും ഒരു ചോദ്യമോ സംസാരമോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള അവകാശമാണത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ ചെയ്യാതെ കുറേ വർഷങ്ങളോളം ജയിലിലേക്ക് ബന്ദിയായിട്ടിടാനുള്ള അവകാശം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. പുറത്ത് പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ള പക്ഷം കേൾക്കാതെ രഹസ്യ വിചാരണ, അവർക്ക് അനുകൂലമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നടത്താനുള്ള ഒരു അവസരം നൽകുന്ന രഹസ്യ വിചാരണ. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ അപ്പീൽ ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവർക്ക്
ഭീഷണിയായിട്ട് കാണുന്ന ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പഴുതായിരുന്നു റൗലത്ത് നിയമം. ഇപ്പോൾ റൗലത്ത് നിയമം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. ഇപ്പോൾ പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനമാചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ റൗലത്ത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, റൗലത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കരിനിയമം അല്ലെങ്കിൽ കരിദിനം കേട്ടോ, കരിദിനം ആചരിക്കാൻ ഗാന്ധിജി പ്രഖ്യാപിച്ചത് 1919 ഏപ്രിൽ 6 1919 ഏപ്രിൽ 6 അഭൂതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. അപ്പോൾ ജനങ്ങളെല്ലാം അത് വളരെ നല്ലതുപോലെ തന്നെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത്, റൗലത്ത് ആക്ടിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. ഇപ്പോൾ പഞ്ചാബിലെ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നത്. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ സമര കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ റൗലത്ത് ആക്ട് വന്നപ്പോൾ ഗാന്ധിജി കരിദിനം ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലെ സമരത്തിന് നേതൃത്വം നൽകിയ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടി. അവിടെ ബ്രിട്ടീഷുകാർ വെടിയുതിർത്തു അല്ലേ, വെടിവെച്ചു. കൂട്ടമായിട്ട് ആളുകളെ വെടിവെച്ച് കൊന്നു. അതിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള 3 സംഭവങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായി നടന്നതിൽ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഗാന്ധിജി തിരികെ നൽകി. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകുന്ന ഒരു ഉന്നത പദവിയാണ് കൈസറെ ഹിന്ദ്. ഈ പദവി ഗാന്ധിജി തിരിച്ചു നൽകി. PYQ ആണ്. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന് സർ പദവി, ഇതെല്ലാം ഉന്നത പദവികളാണ്, ബ്രിട്ടീഷുകാർ നൽകുന്ന സ്ഥാനപ്പേരുകളാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചു നൽകി. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ കൈസറെ ഹിന്ദ് എന്ന പദവി തിരിച്ചു നൽകിയത് ഗാന്ധിജിയാണ്. സർ പദവി തിരിച്ചു നൽകിയത് ടാഗോറാണ്. അവർ തിരിച്ചു നൽകാനുള്ള കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ആ ഒരു കൂട്ടക്കൊലയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ധീരനായ വ്യക്തിയുടെ പേരുണ്ട്, സർദാർ ഉദ്ധം സിംഗ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉദ്ധം സിംഗ്, അന്ന് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയർ, കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് മൈക്കിൾ ഓഡയർ ആണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. ആ ഒരു സംഭവം നടന്നതിന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ആ ഒരു മൈക്കിൾ ഓഡയർ എന്ന ഉദ്യോഗസ്ഥനെ വധിച്ചു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ മൈക്കിൾ ഓഡയറിനെ വധിച്ചത് കാരണമായിട്ട് ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റി. 1940 ജൂലൈ 31 SCRT ഫാക്റ്റാണ്, പഠിച്ചു വെക്കുക. ഉദ്ധം സിംഗിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേരള ചരിത്രം പറഞ്ഞ സമയത്ത് ചെറിയൊരു വിവരണം പറഞ്ഞിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം.
തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന ആളുകളാണ് തുർക്കി. അപ്പോൾ തുർക്കി സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ കുറേ നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് വന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാരായ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. PYQ അലി സഹോദരന്മാരിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ എന്ന് PYQ ചോദിച്ചിട്ടുണ്ട്. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അവരുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഗാന്ധിജി ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിക്കുകയുണ്ടായി. ആ ഒരു ഫാക്റ്റാണ് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഗാന്ധിജി നിന്നിട്ടുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഗാന്ധിജി നിന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പോൾ ഇന്ത്യയിലുടനീളം 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം ആചരിച്ചു. അപ്പോൾ 1919 ഒരുപാട് സംഭവങ്ങൾ നടന്നു അല്ലേ. 1919 റൗലത്ത് നിയമം വന്നു. പിന്നെ പഞ്ചാബിൽ റൗലത്ത് നിയമത്തിന് എതിരായി പ്രതിഷേധിച്ച 2 ആളുകളെ അല്ലെ സത്യപാലിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. അതേ വർഷം തന്നെയാണ് ഗാന്ധിജിയും ടാഗോറും അവർക്ക് കിട്ടിയ പദവികൾ തിരിച്ചു നൽകുന്നത്. ദെൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച, ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കൽ, ഇതെല്ലാം 1919 നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സംഭവങ്ങൾ ആ ഒരു ക്രമത്തിൽ തന്നെ പഠിക്കുമ്പോൾ വർഷങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. PSC വർഷത്തിൻ്റെ ക്രമത്തിൽ ക്രമപ്പെടുത്താനും മറ്റും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചരിത്രം ആ ക്രമത്തിൽ പഠിച്ചു വെച്ചിരുന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. പ്രത്യേകിച്ച് GK ഒക്കെ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഈ ഒരു വർഷത്തിൻ്റെ ഓർഡറിൽ തന്നെ ചരിത്രം പഠിച്ചു വെച്ചാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ദെൻ നിസ്സഹകരണ പ്രസ്ഥാനം 1919 കഴിഞ്ഞു. ഇനി അടുത്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സമയമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. അപ്പോൾ നിസ്സഹകരണ സമ്മേളനത്തിന് അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിന് അനുവാദം നൽകിയത് 1920 കൽക്കത്തയിലെ പ്രത്യേക സമ്മേളനമാണ്. കൽക്കത്തയിലെ പ്രത്യേക INC സമ്മേളനമാണ്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതി: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽ പ്രജകൾക്ക് അവകാശമുണ്ട്. വളരെ ധീരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലേ. ഭരണാധികാരി അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ അവരെ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് മുൻകാലം മുതൽ, പുരാതന കാലം മുതലേ ഉണ്ട്. അങ്ങനെ നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികൾക്ക് അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഇവിടെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളായിട്ട് നടന്നു. ഒന്ന് കണ്ടില്ലേ, ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ഇതാണ് ഒന്ന്. മറ്റൊന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ ബഹിഷ്കരിക്കുകയാണ്.
ക്രിയാത്മകത്തിൽ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങൾ നോട്ട് ചെയ്യാം. ബഹിഷ്കരണത്തിൽ ചെയ്തത് വിദേശ വസ്ത്ര ബഹിഷ്കരണം, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. നികുതി നിഷേധിച്ചു, ഇവിടെ എല്ലാം നിഷേധമാണ് വരുന്നത്. നികുതി നിഷേധിച്ചു. പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിച്ചു. കോടതി ബഹിഷ്കരണം, കോടതി ബഹിഷ്കരണം. അപ്പോൾ 4 രീതിയിലുള്ള ബഹിഷ്കരണം വന്നു. വിദേശ വസ്ത്രങ്ങൾ, നികുതി നിഷേധം, പദവി ഉദ്യോഗങ്ങൾ, കോടതി ബഹിഷ്കരണം. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദു മുസ്ലിം ഐക്യം, ഒന്നാമതായിട്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം. ദെൻ ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം. ഐത്തോച്ചാടനം, കേട്ടോ, ഐത്തോച്ചാടനം ക്രിയാത്മക പ്രവർത്തനത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഐത്തോച്ചാടനം ക്രിയാത്മക പ്രവർത്തനത്തിലാണ് ഉൾപ്പെടുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ബഹിഷ്കരണത്തിലേക്ക് കൊടുക്കാൻ തോന്നും. ദെൻ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇനി മലബാർ കലാപത്തിലേക്ക് വരാം. മലബാർ കലാപത്തിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെയാണ് കൂടുതൽ വരുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു 1921 മലബാർ കലാപം. 1919 റൗലത്ത് നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. 1921 മലബാർ കലാപം. ഇനി മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്നും മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. അപ്പോൾ ജന്മിമാർ കർഷകരെ ചൂഷണം ചെയ്തു, ബ്രിട്ടീഷുകാർ അതിനെ പിന്തുണ നൽകുകയും ചെയ്തു. ഈ സമരത്തെയാണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമാക്കിയത്. ഈ സമയത്താണ് അല്ലെ, ഈ സമയത്ത് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായി നിൽക്കുകയാണ്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. അപ്പോൾ ഗാന്ധിജി കേരളം സന്ദർശിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് മൗലാന ഷൗക്കത്ത് അലിയാണ് കേട്ടോ. മൗലാന ഷൗക്കത്ത് അലി, ആലി സഹോദരന്മാരിൽപ്പെട്ട മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും. കർഷകരിൽ അധികവും മാപ്പിളമാർ മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടും, നോട്ട് ചെയ്യുക, ബ്രിട്ടീഷുകാരോട് മാത്രമല്ല ജന്മിമാരോടും കർഷകർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ ഒരു എതിർപ്പ് രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത അവിടെ പരന്നു. അപ്പോൾ ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു തെറ്റായിട്ടുള്ള പ്രചരണം അവിടെ ഉണ്ടായി. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ. അപ്പോൾ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം ആരംഭിക്കുന്നത്. കലാപം ആരംഭിക്കാനുള്ള പ്രധാന 2 കാരണങ്ങളാണ് ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നതും ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിന്, പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതൊക്കെ. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യം കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ വധിച്ച മാപ്പിള കലാപത്തിൻ്റെ നേതാക്കന്മാരാണ് ആലി മുസ്ലിയാരും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. അപ്പോൾ 1921 മലബാർ കലാപം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി 1921 മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം, എണ്ണം നോക്കുക, SCRT പറഞ്ഞിട്ടുള്ള എണ്ണം 90ആണ്. 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
ഒരു ഗുഡ്സ് വാഗനിൽ, ഒരു ചരക്ക് വണ്ടിയാണിത്, ചരക്ക് തീവണ്ടി, ഗുഡ്സ് വാഗനിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി വാഗൻ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ 90 ആളുകളാണ് ആകെ ഉണ്ടായിരുന്നത് അല്ലേ? ഈ 90 പേരിൽ 72 പേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. വാഗൻ ട്രാജഡിയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നല്ലൊരു അംഗസംഖ്യ തന്നെ അവിടെ നഷ്ടപ്പെട്ടു. അവശേഷിച്ചവർ മരണത്തോട് മല്ലിടുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൻ ട്രാജഡി, വാഗൻ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. 1921 നവംബർ 10. ഓർക്കുക, PSC ചോദിച്ചതാണ്. ഞാൻ ഈ അടിവരയിട്ടിരിക്കുന്ന എല്ലാം മുൻവർഷ ചോദ്യമാണ് കേട്ടോ. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് പോയത്. വാഗൻ തുറക്കുന്നത് പോത്തന്നൂരിൽ വെച്ചാണ്, കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിൽ വെച്ചാണ് തുറക്കുമ്പോൾ 72 പേരാണ് മരണപ്പെട്ടത്. ഈ സംഭവം നടന്നത് 1921 നവംബർ മാസം 10-ാം തീയതിയാണ്. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി. ഇതാണ് വാഗൻ കൂട്ടക്കൊലയുടെ ആ ഒരു ചിത്രം. സോ നമ്മളിവിടെ പറഞ്ഞ ചില സംഭവങ്ങൾ അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജാലിയൻ വാല കൂട്ടക്കൊലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. 1919 പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നത്. റൗലത്ത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ്. ഇവിടെ രണ്ടാമത് വാഗൻ ട്രാജഡിയുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? വാഗൻ ട്രാജഡി 1921 നവംബർ 11 അല്ലേ? 11 അല്ലേ? 1921 നവംബർ 10, 11 10. ഓക്കെ അല്ലേ? ദെൻ ചൗരി ചൗര സംഭവം. അപ്പോൾ 1921 നമ്മൾ 19 അല്ല, നേരത്തെ 17 തുടങ്ങി അല്ലേ? നമ്മൾ ഗാന്ധിജിയുടെ ആദ്യ സമരം മുതൽ, ചമ്പാരൻ സത്യാഗ്രഹം മുതൽ തുടങ്ങി 17, 18, 19, 20, 21 വരെയുള്ള സംഭവങ്ങൾ പറഞ്ഞു. ഇനി 22 വരികയാണ്. ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 1922 എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര. അതൊരു ഗ്രാമത്തിൻ്റെ പേരാണ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരാ സംഘടിച്ചത്? കർഷകരാണ് സംഘടിച്ചത്. 3000-ലധികം വരുന്ന നിരായുധരായ കർഷക ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. അപ്പോൾ ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലാണ് നടന്നത്. 1922 നടന്നത്. സമരകാരികൾ എന്ത് ചെയ്തു? സമരക്കാർ എന്ത് ചെയ്തു? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് അഹിംസാ സമരതത്വങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത വൈക്കം സത്യാഗ്രഹം. 22 വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അടുത്ത 24 വരികയാണ്. വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ നടന്നതാണ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെയുള്ള അവർണ ജാതിക്കാർക്കുള്ള സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. അപ്പോൾ സഞ്ചരിക്കാനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനമല്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. PSC ചോദിച്ചിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ഇതിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ
നടന്ന സവർണ ജാഥയും പ്രസിദ്ധമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയ യാത്രയാണ് സവർണ ജാഥ. പൊതു ഇടങ്ങളിലെ അയിത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. ഈ സമരത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി വൈക്കത്ത് വന്നപ്പോഴാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത്. ആ സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധമായിട്ട് സവർണ ജാഥ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സവർണ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക, തീ വയ്ക്കുവാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 ഡേറ്റ് അടക്കം പഠിക്കുക, PSC ചോദിച്ചിട്ടുണ്ട്. 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്രത്തിൽ നടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു യാത്ര. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായി, അപ്പോൾ സേതു ലക്ഷ്മിബായിക്കാണ് നിവേദനം സമർപ്പിച്ചത്. മഹാറാണി സേതു ലക്ഷ്മിബായിക്കാണ് നിവേദനം സമർപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി വളരെ ധീരരായിട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തൂക്ക് കയറിനെ ഭയക്കാത്തവർ. അവിടെ ചിത്രം തന്നിട്ടുണ്ട്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങൾ, സായുധം എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള സമരങ്ങൾ, സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. PSC ചോദിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നുള്ളതായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ ലക്ഷ്യം. ഇനി നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് വരാം. ഒരു നുള്ള ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം നിയമലംഘന പ്രസ്ഥാനമാണ് അല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മുടെ ചൗരി ചൗര നിയമ സംഭവത്തോടു കൂടി 1922 അത് നിർത്തിവെച്ചു. ഇനി 1929 നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടും രണ്ടാണ് കേട്ടോ. നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം 2 രീതിയിലായിരുന്നു നടത്തിയത്. ഒന്ന് നിഷേധമാർഗവും മറ്റൊന്ന് ക്രിയാത്മക മാർഗവും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നിയമലംഘന പ്രസ്ഥാനം 1929 തുടക്കം കുറിക്കാൻ പോകുന്നത്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമര ആയുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഉപ്പുണ്ടാക്കുന്നതിൻ്റെ നികുതി വർദ്ധിപ്പിച്ചത് ആണ് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് നിയമലംഘനം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ആ ഒരു യാത്രയുടെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്, ദണ്ഡി യാത്ര. സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇതാരുടേതാണ്, ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. ഉപ്പ് നിയമലംഘനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വാക്ക് ഗാന്ധിജി പറഞ്ഞത്. കണ്ടില്ലേ, ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 78 അനുയായികളുമായി 78 അനുയായികൾ. അപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെ 79 പേര് PSC ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ആരംഭിച്ചത്?
സബർമതി ആശ്രമത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. PSC ചോദിച്ചതാണ്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 375 കിലോമീറ്റർ 78 ഗാന്ധിജി ഉൾപ്പെടെ 79 ആളുകളുമായിട്ട് 375 കിലോമീറ്റർ കാൽനടയായിട്ട്, അല്ലേ? ഓർക്കുക, എത്ര പ്രയാസപ്പെട്ടാണ്, എത്ര ത്യാഗം സഹിച്ചാണ് അവരത് നടത്തിയെന്ന് ഓർക്കുക. 375 കിലോമീറ്റർ കാൽനടയായിട്ട് അവർ നടന്നു. ദണ്ഡി കടപ്പുറത്തേക്ക് നടന്നത് കൊണ്ടാണ് ഇതിനെ ദണ്ഡി യാത്ര എന്ന് പറയുക കേട്ടോ. ദണ്ഡി യാത്ര, ദണ്ഡി കടപ്പുറത്താണ് എത്തിച്ചേർന്നത്. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. വർഷം ഓർക്കുക, 1930 ഏപ്രിൽ 6. 1930 ഏപ്രിൽ 6. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായി, അല്ലെ, ഉപ്പ് നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായി മാറി. അപ്പോൾ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന പ്രതീകം ഉപ്പായിരുന്നു. ഇനി ഈ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത കുറച്ച് മലയാളികളുണ്ട്. PSC ചോദിച്ചിട്ടുള്ളതാണ്, ഓർക്കുക. അവർ പങ്കെടുത്തത് എവിടെയാണ്? ആ ദണ്ഡി കടപ്പുറത്തെ സമരത്തിലാണ് കേട്ടോ. ഈ ഒരു ഉപ്പ് നിയമലംഘന സമരം കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ കേരളീയരായിട്ടുള്ള പല ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഈ പറയുന്ന പേര് ഗാന്ധിജിക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഓർത്തിരിക്കുക, C. കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇതാണ് ഗാന്ധിജിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിനുണ്ടായിരുന്ന ആളുകൾ, മലയാളികൾ. ഇന്ത്യയിലൊട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പോൾ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്, ഉപ്പ് നിയമ ലംഘനം നടന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നു. സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. അപ്പോൾ വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവാണ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ K. മാധവൻ നായരും E. മൊയ്ത് മൗലവിയുമായിരുന്നു. K. മാധവൻ നായരും E. മൊയ്ത് മൗലവിയും. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് K. മാധവൻ നായരും E. മൊയ്ത് മൗലവിയുമാണ്. അപ്പോൾ ഇത് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ച സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഓർക്കുക. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടുമായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പൻ. പയ്യന്നൂരിൽ കേട്ടോ, പയ്യന്നൂരിൽ K. കേളപ്പനായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ, P. കൃഷ്ണൻപിള്ള എന്നിവരാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ, P. കൃഷ്ണൻപിള്ള. ഇവർക്ക് പോലീസിൻ്റെ നല്ല മർദ്ദനം, കനത്ത മർദ്ദനം തന്നെ ഏറ്റു. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. അപ്പോൾ ഗാന്ധിജി വിചാരിച്ചതുപോലെ തന്നെ വിജയകരമായിരുന്നു ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും അറസ്റ്റ് ചെയ്യപ്പെട്ടു. നമ്മളെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പല നേതാക്കന്മാരും അറസ്റ്റ് ചെയ്യപ്പെടുകയും പല ആളുകൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നാഗന്മാരുടെ റാണി എന്നൊരു പ്രയോഗമുണ്ട്. അതാരാണ് നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിലെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി
ഗെയ്ഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് അവരെ നെഹ്റു വിശേഷിപ്പിച്ചു. അപ്പോൾ നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗെയ്ഡിലിയു. ഓക്കെ അല്ലേ? PSC ചോദിച്ചിട്ടുള്ളതാണ്. വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്, വിശേഷിപ്പിക്കപ്പെട്ടത് റാണി ഗെയ്ഡിലിയുവിനെയാണ്. ഇനി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരാം. നമ്മൾ വൈക്കം സത്യാഗ്രഹം 1924 നമ്മൾ പറഞ്ഞു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. സമൂഹ പുനർനിർമ്മാണം, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ജനങ്ങളിൽ ഒരു സമത്വം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി സ്വാതന്ത്ര്യ സമരങ്ങളുടെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്ര ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം, ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ജാതി ഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ള ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ ഈ ഒരു അഭ്യർത്ഥന അന്നത്തെ ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അപ്പോൾ ആരാണ് നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കേളപ്പനാണ്. P. കൃഷ്ണപിള്ള, AKG എന്നിവരും ഇതിന് നേതൃത്വം നൽകി. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കൂടി കേൾക്കുക കേട്ടോ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ AKGയും P. കൃഷ്ണപിള്ളയും എന്ത് ചെയ്തു? സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് സമരത്തിൻ്റെ ഭാഗമായെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കാൻ കാരണമായി. അപ്പോൾ ഇത് വിജയകരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ SCERT ഫാക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ SCERT ഫാക്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അംബേദ്കറും പൂന സന്ധിയും. നമ്മൾ അംബേദ്കറിലേക്ക് വരികയാണ്, മഹാനായ അംബേദ്കറിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തിൽ അവർക്കും പങ്കാളിത്തം നൽകണം, എന്നാൽ മാത്രമേ അവർക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ കഴിയൂ എന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അധസ്ഥിതരായ ആളുകൾക്ക് കൂടി രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കാളിത്തം ലഭിക്കണം എന്നുള്ളതായിരുന്നു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്തു. അപ്പോൾ റിസർവേഷൻ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി റിസർവേഷൻ മണ്ഡലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അനുവദിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി. അധസ്ഥിതർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു. അപ്പോൾ ഗാന്ധിജി അതിനെ എതിർക്കാൻ കാരണം അവരെ അങ്ങനെ റിസർവ് ചെയ്ത് മാറ്റി നിർത്തേണ്ടതല്ല, മെയിൻ സ്ട്രീമിൽ എല്ലാ ആളുകളോടൊപ്പം അവരെ നിർത്തണം എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശം പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയും അംബേദ്കറും കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേക
നിയോജക മണ്ഡലം. അതാണ് പ്രശ്നം. സംവരണം എന്നതിനപ്പുറം പ്രത്യേക നിയോജക മണ്ഡലം. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം, അപ്പോൾ വോട്ട് ചെയ്യുന്നതും നിൽക്കുന്നതൊക്കെ ഏകദേശം അവരായിരിക്കുമെന്നാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ പ്രത്യേക നിയോജക മണ്ഡലങ്ങളല്ല വേണ്ടത്, സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർ മുഖ്യധാരയിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ സംവരണം എന്ന് പറയുന്നത് മുഖ്യധാരയിൽ നിൽക്കാനുള്ള അവകാശമാണ്. പ്രത്യേക നിയോജക മണ്ഡലം ആകുമ്പോൾ അവരെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തത് പൂന സന്ധിയിൽ വെച്ചായിരുന്നു. 1932 പൂന സന്ധി നടക്കുന്നത്. 1932 ഗാന്ധിജിയും അംബേദ്കറും കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഇനി വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ചെറിയൊരു ഫാക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് 1930, 31, 32 തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങൾ 30, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ, എവിടെയാണ്? ലണ്ടനിൽ വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. വർഷവും ഓർക്കുക. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. ഗാന്ധിജി പങ്കെടുത്തത് 1931 2ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. പ്രസ്താവന രീതിയിൽ ഈ ഫാക്റ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗാന്ധിജി പങ്കെടുത്തത് 1931 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫാക്റ്റുകൾ പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ 1932 പൂനെ സന്ധി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് പോവുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത് ബോംബെ സമ്മേളനത്തിലാണ്. 1942 ഓഗസ്റ്റ് 8 പ്രഖ്യാപിക്കുന്നത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നാണ് സമ്മേളനം ആവശ്യപ്പെട്ടത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ആ സമ്മേളനം ആവശ്യപ്പെട്ടത്. ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ലോഗനാണ് ഡു ഓർ ഡൈ. പറഞ്ഞതാരാ? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. അവിടെ തന്നെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ദിയാക്കപ്പെട്ടത്, തടവിലാക്കപ്പെട്ടത്. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. അപ്പോൾ കസ്തൂർബ ഗാന്ധി മരിക്കുന്നത് ജയിലിൽ വെച്ചാണ്. 1944 ഫെബ്രുവരി 22 1944 ഫെബ്രുവരി 22 ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ എന്നിവ നേതൃത്വം നൽകി. അപ്പോൾ ഗാന്ധിജിയും മറ്റ് നേതാക്കന്മാരും അറസ്റ്റിലാകുന്ന സമയത്ത് ഒളിവിൽ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനുമാണ്. അതുകൊണ്ട് അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. PYQ ആണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. അവരുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപമായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ട് ചാമ്പലാക്കി, വാർത്താ വിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. അതാണ് പറഞ്ഞത്, ഏറ്റവും വലിയൊരു ബഹുജന സമരങ്ങളിൽ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. 1945
ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിക്കുന്നത് 1942 ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9. ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളുകളെ പഠിച്ചു വെക്കുക. MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്ത് മൗലവി, AV കുട്ടിമാളു അമ്മ. ഇവരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു കേട്ടോ. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്ത് മൗലവി, AV കുട്ടിമാളു അമ്മ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ഓഗസ്റ്റ് 9. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പട്ടിക പൂരിപ്പിക്കാനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന വർഷങ്ങൾ കറക്റ്റ് സംഭവമായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനത് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തരുന്നു. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുക. വെറുതെ ക്ലാസ് മാത്രം കേട്ടാൽ പോരാ, ഇത് ചെയ്ത് പഠിക്കുക. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് PSC കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ്: നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാഷ് ബിഹാരി ബോസ് കേട്ടോ, രാഷ് ബിഹാരി ബോസ് ആണ്, രാഷ് ബിഹാരി ഘോഷ് അല്ല കേട്ടോ, അത് വേറെയാണ്. രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ് ആണ്. അത് പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. INAയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനമായിരുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇപ്രകാരം പറഞ്ഞു: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച പേര് നേതാജി എന്നാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു പേര് വിളിച്ചത് ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. നമ്മളിന്ന് പരക്കെ ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് അല്ലേ? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. PYQ ആണ് കേട്ടോ, PYQ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മലയാളികളും INAയുടെ വനിതാ വിഭാഗം നേതാവ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു INAയുടെ വനിതാ വിഭാഗം നേതാവ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ കേട്ടോ, വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ 26ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്താണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും, ഈ 2 പേരുകൾ ഓർത്തു വെക്കുക. അദ്ദേഹം മാതാവിന് എഴുതിയ കത്ത്: ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം. ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ മരണദിനത്തിൻ്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു. അതെ, റമളാൻ മാസത്തിലെ 7ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കും. വന്ധ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരാശ്വാസവചനവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങളും സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ.
അപ്പോൾ അവർ ഇന്ത്യക്ക് വേണ്ടി എത്ര സന്തോഷത്തോടെയാണ് ജീവത്യാഗം ചെയ്തതെന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനുവേണ്ടിയാണ് ഈ ഒരു കത്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായ കേരളീയനായ വക്കം അബ്ദുൽ ഖാദറിൻ്റെ ധൈര്യവും ആത്മാഭിമാനവും ദേശാഭിമാനവും നമുക്ക് ആവേശം പകരുന്നതാണ്. സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള INA ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി കേട്ടോ. INA ശ്രമങ്ങളെയും ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തുകയാണ് ചെയ്തത്. സോ ഇനി നമുക്ക് ഈ ഭാഗമായിട്ട് ചെയ്യാനുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഈ ഒരു പട്ടിക പൂർത്തിയാക്കുക കേട്ടോ. ഞാൻ ഈ ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾക്ക് വിട്ടു തരുന്നത് നിങ്ങളിത് ചെയ്യുന്ന സമയത്താണ് ക്ലാസ് നമുക്ക് പൂർണ്ണമായിട്ടും ഫലപ്പെട്ടു എന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഇവിടെ സമരങ്ങളും സമര രീതികളും കൃത്യമായിട്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. ദെൻ മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം ചർച്ച ചെയ്തല്ലേ നമ്മൾ. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നത് 1940 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അപ്പോൾ 1940 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്ന് മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും മറ്റുള്ള ജനവിഭാഗങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എപ്പോഴും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു വാദത്തോട് അവർ പൂർണ്ണ പിന്തുണ നൽകി. ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൻ പ്രഭു കോൺഗ്രസിൻ്റെയും സർവ്വ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യവുമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൻ പ്രഭു പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ, മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ ജനവിഭാഗങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ച് അണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു. ദെൻ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വതന്ത്രത്തിലേക്കും. ആ നിമിഷം ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെ ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. അങ്ങനെ ഒരു ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. സോ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി 10ാം ക്ലാസ്സിലെ കുറച്ച് ഫാക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംഗ്രഹം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാം ഘട്ടം 1919 മുതൽ 47 വരെയുള്ള ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗാന്ധിജിയുടെ നേതൃത്വം സുപ്രധാന പങ്ക് വഹിച്ചു. സത്യം, അഹിംസ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ
പ്രധാന ബഹുജന മുന്നേറ്റങ്ങളായിരുന്നു. അയിത്തോച്ചാടനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടന്നത്. ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായ പല സമരരീതികളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. INAയും ഭഗത് സിംഗിൻ്റെയൊക്കെ മുന്നേറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അതടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്. സായുധ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാം എന്ന ലക്ഷ്യത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ഏകദേശം 60% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10ാം ക്ലാസ്സിലെ കുറച്ച് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി ചെയ്യും, പിന്നീട് ജോഗ്രഫി, ദെൻ സിവിക്സ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കഴിഞ്ഞതിന് ശേഷം സയൻസ് സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗുഡ് ബൈ.